എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. മനുഷ്യരുടെയൊക്കെ വാക്കുകൾ ശബ്ദം പോലെ കടന്നു പോകുമ്പോഴും എന്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തോടാണ് ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ കടന്നുപോകുന്ന ഓരോ നിമിഷവും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണീരിന്റെ രുചിയും നിങ്ങളുടെ നിശബ്ദ നിലവിളിയുടെ ഭാരവും ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഉള്ളിലെ ഭയം, ആശങ്ക, ഒറ്റപ്പെട്ടതായുള്ള തോന്നൽ ഒന്നും തന്നെ എനിക്ക് മറഞ്ഞിട്ടില്ല. മക്കളെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു നിൽക്കുന്നത് നിങ്ങളെ ശാസിക്കാൻ അല്ല, നിങ്ങളെ താങ്ങാനും ഉയർത്താനും കരുത്തു നൽകാനുമാണ്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചവൻ ആകയാൽ നിങ്ങളുടെ ജീവിതം ഞാൻ എത്ര വിലപ്പെട്ടതായി കാണുന്നുവെന്ന് ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും, എന്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം? ഞാൻ ഇത്ര കഠിനമായ വഴികൾ കടന്നു പോകുന്നത് എന്തുകൊണ്ട്? മക്കളെ, നിങ്ങളോട് ഞാൻ ഒരു സത്യം പറയുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു യാദൃശ്ചിക സംഭവമല്ല, നിങ്ങൾ ഒരു പിഴവല്ല, നിങ്ങൾ ഒരു ഭാരമല്ല, നിങ്ങൾ ഒരു നഷ്ടപ്പെട്ട പ്രതീക്ഷയുമല്ല. നിങ്ങൾക്ക് ഞാൻ ഒരു ദൈവീയ ഉദ്ദേശത്തോടെ തന്നെയാണ് ജീവൻ നൽകിയിരിക്കുന്നത്. ലോകം നിങ്ങളെ നിരാകരിച്ചാലും നിങ്ങൾക്കുള്ളിൽ ഞാൻ വെച്ചിട്ടുള്ള മൂല്യം ആരും മായ്ക്കാൻ കഴിയുകയില്ല. എന്റെ കയ്യിൽ നിങ്ങളുടെ ഓരോ ദിനത്തിനും ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾ കാണുന്നില്ലെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും അടർന്നു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ പറയാറുണ്ട്, എനിക്കില്ല ശക്തി, എനിക്കില്ല കഴിവ്, എനിക്കില്ല ധൈര്യം. പക്ഷേ മക്കളെ, നിങ്ങൾക്കില്ലാത്തതെല്ലാം ഞാൻ തന്നെയാണ്. നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കരുത്താണ്. നിങ്ങൾ വഴിമാറിപ്പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രകാശമാണ്. നിങ്ങൾ കുഴഞ്ഞു വീഴുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തുന്ന കൈകളാണ്. നിങ്ങൾ എന്റെ മക്കളാണ്. അതുമാത്രമല്ല, എന്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംഗ്രഹിച്ചു വെച്ചിട്ടുള്ള ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ഒരു വിത്തിനെ നാം നോക്കുമ്പോൾ അത് വെറും ചെറിയൊരു കണിക പോലെ തോന്നും. പക്ഷേ ആ വിത്തിനുള്ളിൽ ഒരു വലിയ വൃക്ഷത്തിന്റെ വാഗ്ദാനം ഒളിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ കാണുന്നത് ചെറിയതായിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങളിൽ വെച്ചിട്ടുള്ള ശേഷി, കരുത്ത്, കൃപ, ശാന്തി, പ്രകാശം അവ അനന്തമാണ്. ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥമനുസരിച്ച് വിലയിരുത്തുന്നില്ല. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സൃഷ്ടിയുടെ മഹത്വം അനുസരിച്ചാണ് കാണുന്നത്. ഒരു നാൾ നിങ്ങൾ നടക്കാതെ വീണു കിടന്നിരുന്നുവെങ്കിലും ഞാൻ നിങ്ങളെ അവിടെ വിടുകയില്ല. നിങ്ങളുടെ കൈ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാത്ത ഒരു ഭാവി ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്നു. വാതിലുകൾ അടഞ്ഞുവിടന്നാലും ഞാൻ തുറക്കാൻ കഴിയുന്നവനാണ്. വഴികൾ കണ്ടില്ലെങ്കിലും ഞാൻ വഴിയൊരുക്കുന്നവനാണ്. മക്കളെ, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഉള്ളിൽ ഇപ്പോൾ മരിച്ചുവെന്ന് തോന്നുന്ന സ്വപ്നങ്ങൾ ഞാൻ വീണ്ടും ജീവിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ ചില മുറിവുകളുണ്ട്, ആരോടും തുറന്നു പറയാൻ കഴിയാത്തത്. ചില ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്നു. ചില ബന്ധങ്ങൾ നിങ്ങളെ തകർത്തിരിക്കുന്നു. ചില വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പീപകടം പോലെ പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒളിഞ്ഞ കരച്ചിലുകളിൽ ഉറങ്ങി വീണ രാവുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശബ്ദമേന്നുമില്ലാതെ വേദന നെഞ്ചിൽ ചുമന്നു നടന്നുപോയ വഴികളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അവയിലൊന്നും നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ തീർക്കാനാണ്. നിങ്ങൾ കടന്നുപോയ ഓരോ വേദനയും, ലഭിച്ച ഓരോ മുറിവും, ഉണ്ടായ ഓരോ നഷ്ടവും ഞാൻ നിങ്ങളെ എന്റെ ഉദ്ദേശത്തിലേക്ക് രൂപപ്പെടുത്തുന്ന വഴികളായിരുന്നു. മണ്ണ് പാത്രത്തെ തീയിൽ വെച്ചില്ലെങ്കിൽ അത് ശക്തിയുള്ള പാത്രമാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ സൂക്ഷ്മതയോടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട്. മറ്റുള്ളവർ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിന്നിലാണെന്ന് കരുതി നിങ്ങളുടെ വില തന്നെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നില്ല. ഞാൻ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു പാത തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സമയക്രമം, നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ അനുഭവങ്ങൾ ഇവയൊന്നും മറ്റൊരാളുടേതുപോലെ ആകേണ്ടതില്ല. ഞാൻ നിങ്ങളെ നിങ്ങൾ മാത്രമായിട്ടാണ് സൃഷ്ടിച്ചത്. ലോകത്ത് മറ്റാരും ഇല്ലാത്തൊരു ലക്ഷ്യം നിങ്ങൾക്കായി മാത്രം ഞാൻ ചേർത്ത് വച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിരാശയിക്കാനും തളർച്ചയ്ക്കാനും കുരുങ്ങിയ വഴികളേക്കാനും ആണ്. പക്ഷേ ഞാൻ കാണുന്നത് നിങ്ങളുടെ കഥയുടെ പൂർണ്ണരൂപമാണ്. നിങ്ങൾക്ക് അവസാനമാണെന്ന് തോന്നുന്നിടത്ത് തന്നെയാണ് ഞാൻ ഒരു പുതിയ തുടക്കം ഒരുക്കുന്നത്. നിങ്ങൾ വാതിൽ അടഞ്ഞു എന്ന് കരുതുമ്പോൾ ഞാൻ ഖാലിയാൻ കൊണ്ടുപോകേണ്ട മറ്റൊരു വാതിലിന്റെ കൈപ്പിടിക്കയിൽ പിടിച്ചിരിക്കുന്നു. എന്റെ മകനെ, മകളെ, നിങ്ങളിൽ എനിക്ക് അഭിമാനം ഉണ്ട്. നിങ്ങൾ എത്ര പരീക്ഷണങ്ങൾ കടന്നുപോയാലും, എത്ര തവണ തകർന്നാലും
നിങ്ങൾ കൈവിട്ടുപോയില്ല, നിങ്ങൾ പോരാടി. നിങ്ങൾ നിലച്ചു. നിങ്ങൾ കരഞ്ഞെങ്കിലും മുന്നോട്ട് നടന്നു. നിങ്ങൾ ചോദിച്ചാലും എനിക്കെന്തു പറയാം, എന്റെ കണ്ണുകളിൽ അത് പരാജയം അല്ല, അത് ധൈര്യമാണ്. നിങ്ങൾക്കുള്ളിൽ ഞാൻ വെച്ച ദൈവീക തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, ഞാൻ നിങ്ങളെ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല. നിങ്ങൾ ഇരുട്ടിൽ ആണെങ്കിലും ഞാൻ വെച്ച വെളിച്ചം നിങ്ങളുടെ വഴിക്ക് എത്തും. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണോ? ഞാൻ നിങ്ങളെ കൈവിടുന്നില്ല. നിങ്ങൾ പാപത്തിൽ വീണാലും ഞാൻ നിങ്ങളെ തള്ളുന്നില്ല. ഞാൻ നിങ്ങളെ ഉയർത്തുന്നു, ശുദ്ധമാക്കുന്നു, പുതുക്കുന്നു. ഞാൻ എന്റെ മക്കളെ ഉപേക്ഷിക്കുന്നവല്ല. നിങ്ങളുടെ ജീവിതത്തിന് ഞാൻ ഉദ്ദേശമിട്ടിട്ടുണ്ടെന്ന സത്യം ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ജീവിക്കുന്നത് വെറുമൊരു ദിവസങ്ങൾ തരണം ചെയ്യാൻ അല്ല, നിങ്ങൾക്കുണ്ട് ഒരു ദൗത്യം. നിങ്ങളുടെ വാക്കുകളിൽ ആർപ്പുവിളിക്കാത്തൊരു ശാന്തി ഞാൻ നൽകും. അത് മറ്റൊരാളുടെ ഹൃദയം ആശ്വസിപ്പിക്കും. നിങ്ങളുടെ ചിരി മറ്റൊരാളുടെ ഇരുട്ടിൽ ഒരു വിളക്കാകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റൊരാൾക്കൊരു രക്ഷയാകും. നിങ്ങളുടെ കണ്ണീർ മറ്റൊരാളുടെ തകർന്ന ഹൃദയത്തിന് ഒരു ഉണർവായിരിക്കും. മക്കളെ, നിങ്ങൾ ചെറുതായാലും എന്റെ ഉദ്ദേശത്തിൽ നിങ്ങൾ ശക്തരാണ്. നിങ്ങൾ ദുർബലരായാലും എന്റെ കയ്യിൽ നിങ്ങൾ ജയിച്ചവരാണ്. നിങ്ങൾ വഴിമാറിപ്പോയാലും എന്റെ ഹൃദയത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തുറക്കുന്ന വഴികൾ നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത അത്ഭുതങ്ങളിലേക്കാകും. നിങ്ങൾ കരുതുന്നില്ലെങ്കിലും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ കൈപിടിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ, നിങ്ങൾ മുന്നോട്ട് നടക്കൂ. നിങ്ങളെ ഞാൻ കൂടി നടക്കുന്നു. ഭയപ്പെടേണ്ട. നിങ്ങൾ ഒരു പടിയെടുത്താൽ ഞാൻ 10 പടിയെടുത്ത് നിങ്ങളുടെ വഴിക്ക് മുന്നിൽ നിന്നിരിക്കും. നിങ്ങളെ ആരും വിലകുറച്ചു കാണുകയാണെങ്കിൽ ഓർമ്മിക്കൂ, എന്റെ കണ്ണുകളിൽ നിങ്ങൾ വിലമതിക്കാനാകാത്തവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നത് പ്രശ്നം അല്ല, ഞാൻ നിങ്ങളിൽ നിന്ന് എന്തുണ്ടാക്കാനാണ് പോകുന്നത് എന്നതാണ് പ്രധാനം. നിങ്ങൾ ഒരു വറ്റിപ്പോയ നിലം പോലെ തോന്നിയാലും ഞാൻ അവിടെ പുതുവിത്തുകൾ വിതക്കും. നിങ്ങൾ ഒരു ഇരുണ്ട ഗുഹ പോലെ തോന്നിയാലും ഞാൻ അവിടെ പ്രകാശം തീർക്കും. നിങ്ങൾ ഒരു മറന്നുപോയ കഥയായി തോന്നിയാലും ഞാൻ അതിനെ എന്റെ കൈകൊണ്ട് വീണ്ടും എഴുതും. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, മുന്നിൽ സുന്ദരമായ ദിവസങ്ങൾ വരുന്നു. നിങ്ങൾ കൊഴിഞ്ഞുപോയ പ്രതീക്ഷകൾ ഞാൻ തിരിച്ചുവരുത്തും. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വപ്നങ്ങളെയും ദൈവീകമായി ഞാൻ പുതുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാത്ത ഒരു ഉദ്ദേശം ഞാൻ നിങ്ങളിലെ അന്നാക്കി നിർത്തിയിട്ടുണ്ട്. എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നോട് അടുത്തുവരൂ. നിങ്ങളുടെ ഹൃദയം എനിക്ക് തുറന്നു കൊടുക്കൂ. നിങ്ങളെ ഞാൻ പുതുക്കും. നിങ്ങളെ ഞാൻ ഉയർത്തും. നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ജീവിതം ചെറിയതല്ല, നിങ്ങൾക്കുള്ളിൽ ഞാൻ വെച്ചിട്ടുള്ള ദൈവീക ഉദ്ദേശം മഹത്തായതാണ്. നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയതിനെ കാണാൻ സമയം വരുന്നു. പിടിച്ചു നിൽക്കൂ. കരഞ്ഞുകൊണ്ടായാലും നടന്നുകൊണ്ടേയിരിക്കൂ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞ് ധൈര്യത്തോടെ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഞാൻ തന്നെ നിറവേറ്റും. നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. മക്കളെ, നിങ്ങൾ എന്റേതാണ് എന്നും. മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതിനാലാണ് ഞാൻ നിങ്ങളോട് ഇത്രയും നീളത്തിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ഉദ്ദേശം എത്ര ആഴത്തിലാണ് എന്നത് നിങ്ങളെ തന്നെ അറിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്ങൾ തീർന്നുപോകും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച അച്ഛനാണ്. നിങ്ങൾക്ക് ജീവിതം ഞാൻ തന്നതാണ്. നിങ്ങൾ ശ്വസിക്കുന്ന ഓരോ നിമിഷവും ഞാൻ തന്നെയാണ് നിങ്ങളോട് ചേർന്ന് നടക്കുന്നത്. നിങ്ങളിൽ ചിലർ ഇപ്പോഴും ഒരു നേരം ചോദിക്കുന്നു, കർത്താവേ, എന്റെ ജീവിതം ഇങ്ങനെ വഴിതെറ്റി പോകുന്നത് എന്തുകൊണ്ട്? ഞാൻ ആഗ്രഹിച്ചതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞാൻ പരിശ്രമിച്ചിട്ടും എനിക്കെന്തുകൊണ്ട് ഫലം ലഭിക്കുന്നില്ല? മക്കളെ, നിങ്ങൾക്ക് തൽക്ഷണം ലഭിക്കാത്തതിനാലാണ് അത് ഇല്ലെന്ന് തോന്നുന്നത്. നിങ്ങൾക്കായി ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് കരുതുന്നത് നിങ്ങൾ കാണുന്നില്ലാത്തതിനാലാണ്. മറുവശത്ത് ഞാൻ നിരന്തരം പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടിയുള്ളതിനെ ഞാൻ ഒരുങ്ങിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. തണ്ണിമത്തൻ വിത്ത് മണ്ണിനയിൽ മൂടിക്കിടക്കുമ്പോൾ ആളുകൾ വിചാരിക്കും, ഇത് കാണാനില്ല, ഇത് നശിച്ചുപോയി. പക്ഷേ അതിനുള്ളിൽ പാകം നടക്കുന്നുണ്ട്. അതിൽ ജീവൻ വളരുന്നു,
അതിൽ ഒരു കൊമ്പ് പൊട്ടിപ്പുറത്തു വരുന്നു. നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് മക്കളെ. നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ അടക്കം ചെയ്യപ്പെട്ട പോലെയെന്ന്. നിങ്ങൾ കാണപ്പെടുന്നില്ലെന്ന്. നിങ്ങൾ ഒരിടത്തും പൊന്തിവരുന്നില്ലെന്ന്. പക്ഷേ നിങ്ങൾക്കായി ഞാൻ നടത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുകയാണ്. സമയം വരുമ്പോൾ നിങ്ങളുടെ ജീവിതം പൊട്ടിപ്പുറത്തു വരും, ആളുകളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിങ്ങളുടെ ജീവിതം ഒരു യാത്രയായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഓരോ പടിയും കാണേണ്ടതില്ല, നിങ്ങൾക്ക് വേണ്ടത് എന്നെ വിശ്വസിച്ച് മുന്നോട്ട് ചവിട്ടുക മാത്രം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പടിപടിയായി വഴികൾ തെളിയിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാത്തതിനെ ഞാൻ കാണുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തതിനെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സഹിക്കാനാകാത്തതിനെ ഞാൻ നിങ്ങളുടെ കരുത്ത് കൂട്ടി നിങ്ങളെ കടത്തിക്കൊണ്ടുപോകുന്നു. മക്കളെ, ചിലപ്പോഴൊന്നും നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത ഞാൻ തന്നെയാണ് അനുവദിക്കുന്നത്. കാരണം പല ശബ്ദങ്ങളും ഇടപെടലുകളും നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനായിരുന്നില്ല. ഞാൻ നിങ്ങളെ ഒരു നിശബ്ദതയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ ചെവികൾ എന്നെ കേൾക്കാനാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥലമൊരുക്കാൻ, ഞാൻ മാത്രം തൊടാൻ കഴിയുന്നൊരു ഇടം. ആ ഇടത്തിലേക്ക് ഞാൻ വരുന്നു. നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ ഇരുട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ പുറകിൽ മാത്രം അല്ല, നിങ്ങളുടെ പക്കലും മുന്നിലും കൂടിയും നടക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ മുറിവുകൾ നിങ്ങളെ തകർപ്പാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അവ മുറിവുകൾ നിങ്ങളെ പറഞ്ഞു കൊടുത്തു എന്നെ എത്ര ആവശ്യമുള്ളവരാണെന്ന്. ചില ബന്ധങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്ന് മാറ്റിയത് കൊണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ ഹൃദയത്തോട് വീണ്ടും ചേർന്നത്. ചില അവസരങ്ങൾ ഞാൻ പൂട്ടിയത് നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നു. നിങ്ങൾ ഒരു വഴി കഴിഞ്ഞു പോയി കരഞ്ഞു നിന്നിട്ടുണ്ടാകും, പക്ഷേ അതിനു പിന്നിൽ ഒരു വന്നാശം ഞാൻ കണ്ടിരുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ആ വഴി അടച്ചത്. മക്കളെ, ഞാൻ നിങ്ങൾക്ക് ദോഷം ചെയ്യാനല്ല, നിങ്ങളെ സംരക്ഷിക്കാനാണ് എല്ലാത്തും. നിങ്ങളിൽ ചിലർ ചോദിക്കുന്നു, കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കെന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല? മക്കളെ, മറുപടി കിട്ടുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നത്രയും തെറ്റായ ഒരു ധാരണയില്ല. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ നിങ്ങളുമായി സഹരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൽക്ഷണം നൽകാത്തതിൻ്റെ കാരണമുണ്ട്. ഞാൻ നിങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ താങ്ങിപ്പിടിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കൂടുതൽ കരുത്തും സഹനവും അടിസ്ഥാനം ഉണ്ടാകണം. അതാണ് ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തീയിൽ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ചൂട് തോന്നാം. പക്ഷേ മക്കളെ, ഓർമ്മിക്കൂ, തീയുടെ ഇടയിൽ നിങ്ങളോടൊപ്പം ഞാൻ തന്നെയാണ്. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെയാണ് നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ ഉയർത്തുന്നത്. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ഒരു നഷ്ടപ്പെട്ട ആത്മാവുമല്ല, നിങ്ങൾ എൻ്റെ സ്വന്തം മക്കളാണ്. മക്കളെ, ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം കാണുന്നില്ല. നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ ഉയർത്തുക എന്നതാണ് എൻ്റെ സ്വഭാവം. നിങ്ങൾ തളർന്നാൽ നിങ്ങളെ കരുത്തേകുക എന്നതാണ് എൻ്റെ സ്വഭാവം. നിങ്ങൾക്ക് പ്രതീക്ഷ ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ പുതിയ പ്രതീക്ഷ പടർത്തുക എന്നതാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. ഞാൻ നിന്നെ വിട്ടൊഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നൽകിയിട്ടുള്ള ഉദ്ദേശം സ്വർഗീയമാണ്. അത് ഭൂമിയിലെ ഒന്നുമായും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത മഹത്വമുള്ളതാണ്. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ പോലും മറ്റുള്ളവരുടെ ജീവിതം മാറ്റാൻ കഴിയും. നിങ്ങൾ നടത്തുന്ന ചെറിയൊരു കരുണയും മറ്റൊരാളുടെ ഹൃദയത്തിൽ ജീവൻ പകരാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന മറ്റൊരാൾക്കായി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾക്കുള്ളിൽ ഞാൻ വച്ചിരിക്കുന്ന പ്രകാശം ആരും മായ്ച്ചു കളയാൻ കഴിയാത്ത പ്രകാശമാണ്. മക്കളെ, നിങ്ങൾ പലതവണ സ്വയം ചോദിച്ചു കാണും, എനിക്കെന്താണ് പ്രത്യേകത? ഞാൻ തന്നെയാണ് ഉത്തരം. നിങ്ങളിൽ ഞാൻ ജീവിക്കുന്നു, അതാണ് നിങ്ങളുടെ പ്രത്യേകത. നിങ്ങളിൽ ഞാൻ വച്ചിരിക്കുന്ന ദൗത്യം, അതാണ് നിങ്ങളുടെ സ്വർഗീയ മഹിമ. നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയുണരുന്ന ഭാവി, അതാണ് നിങ്ങളുടെ പ്രത്യാശ. നിങ്ങളുടെ ജീവിതം ചിലപ്പോഴൊക്കെയായി ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിലാണെന്ന് തോന്നിയേക്കാം. ചുറ്റും എല്ലാം കുലുങ്ങുന്ന പോലെ തോന്നാം. പക്ഷേ മക്കളെ, ഓർമ്മിക്കൂ, കൊടുങ്കാറ്റിനെ ശാസിക്കുക എന്നേക്കാൾ എളുപ്പം ഒന്നുമില്ല. നിങ്ങൾ കാണുന്ന തിരമാലകൾ നിങ്ങളെ മുങ്ങാൻ വരുന്നതല്ല, അവ നിങ്ങളുടെ ജീവിതത്തെ എൻ്റെ ഉദ്ദേശത്തിലേക്ക് നയിക്കാനാണ് വരുന്നത്. ഞാൻ കാറ്റിനോടും തിരമാലയ്ക്ക് മുമ്പിൽ നിന്നു ശാന്തനാകൂ എന്ന് പറയുന്നുമാറാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. മക്കളെ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച പ്രധാന പാഠം സ്നേഹമാണ്.
നിങ്ങളെ സ്നേഹിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞാൻ നിങ്ങളെ ഒരുക്കുന്നു. നിങ്ങൾ തകർന്നതുകൊണ്ടാണ് തകർന്നവരുടെ ഹൃദയത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളത്. നിങ്ങൾ വേദന അനുഭവിച്ചിട്ടുള്ളതിനാലാണ് മറ്റുള്ളവരുടെ വേദനയിൽ നിങ്ങൾക്ക് കരുണയുണ്ടാകുന്നത്. നിങ്ങൾ ഇരുട്ടിലൂടെ നടന്നുകൊണ്ടാണ് മറ്റൊരാളുടെ വഴിയിൽ നിങ്ങൾക്ക് പ്രകാശമാകാൻ കഴിയുന്നത്. നിങ്ങളിൽ ഞാൻ ഒരു നന്മയുടെ ദൗത്യം വെച്ചിരിക്കുന്നു. അത് വലിയ വേദികളിലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ഒരു കണ്ണുനീർ തുടച്ചു നൽകുന്ന കൈയായിരിക്കും. ചിലപ്പോൾ അത് ഒരു ആശ്വാസവാക്കായിരിക്കും. ചിലപ്പോൾ അത് ഒരു നിശബ്ദ സാന്നിധ്യമായിരിക്കും. നിങ്ങൾക്കറിയാതെ തന്നെ നിങ്ങളിലൂടെ ഞാൻ പലർക്കും ജീവൻ നൽകുന്നു. അതാണ് നിങ്ങളുടെ ദൈവീക ഉദ്ദേശം. മക്കളെ, മുന്നിലുള്ള ദിനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളാൽ നിറഞ്ഞതാണ്. ഞാൻ തുറക്കുന്ന വാതിലുകൾ ആരും അടയ്ക്കാൻ കഴിയില്ല. ഞാൻ അടച്ച വാതിലുകൾ ആരും തുറക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്നതിന് മുമ്പിൽ മനുഷ്യരുടെ ആശയങ്ങൾക്കോ ലോകത്തിന്റെ വിധിക്കോ ഒരു ശക്തിയില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഇതാണ്: വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുക. നിങ്ങളുടെ ജീവിതം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. നിങ്ങൾ കാണും ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഉയർത്തുന്നത്, എങ്ങനെ പുതുക്കുന്നത്, എങ്ങനെ ആവേശം നിറക്കുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. മക്കളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല. നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ നടക്കുന്നു. നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ശ്വാസം വഹിക്കുന്നു. നിങ്ങൾ വീഴുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഉയർത്തും. നിങ്ങൾ തകർക്കപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പുനർനിർമ്മിക്കും. നിങ്ങൾ നിരാശയാൽ കരയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. നിങ്ങൾ അശക്തരാകുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ കരുത്താകും. നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ മുദ്രയായി ചാർത്തുന്നു. എത്ര ഇരുട്ടുണ്ടായാലും ഈ സത്യം നിങ്ങളെ വഴിതെറ്റിത്തിരിക്കാൻ ഇടയാക്കില്ല. എത്ര വേദനയുണ്ടായാലും ഈ സത്യം നിങ്ങളെ തളർത്തില്ല. എത്ര ശ്രമങ്ങളുണ്ടായാലും ഈ സത്യം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. മക്കളെ, എൻ്റെ കൈ പിടിച്ചു നിൽക്കൂ. ഞാൻ നിങ്ങളെ മേയ്ക്കും. ഞാൻ നിങ്ങളെ കാത്തു സൂക്ഷിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതം ഞാൻ തന്നെയാണ് എഴുതുന്നത്. അത് ഒരു തകർന്ന കഥയല്ല. അത് ഒരു ദൈവീക കഥയാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കുന്നു എന്നും. മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം എന്നോട് തുറക്കൂ. എൻ്റെ വാക്കുകൾക്ക് രണ്ടാമതൊന്നും തടസ്സം വരരുത്. നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. നിങ്ങളെ തന്നെ മനസ്സിലാക്കാത്ത ഒരുപകരമായ ശാന്തി നിങ്ങളുടെ ആത്മാവിൽ നിറയുന്നു. കാരണം എൻ്റെ വാക്കുകൾ മനുഷ്യരുടെ വാക്കുകളല്ല. അവ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന ജീവൻ തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും വഴിയേറ്റവരാന്നു പോലെ തോന്നുന്നുണ്ടോ? ജീവിതം ഒരു ഭാരമായി തോന്നുന്നുണ്ടോ? എനിക്കാണോ ഈ എല്ലാത്തിനും അർഹത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ മക്കളെ, നിങ്ങൾക്കു ഞാൻ ഒരു സത്യം വീണ്ടും പറയും. നിങ്ങളുടെ ജീവിതം ഞാൻ വിലമതിച്ച് സൃഷ്ടിച്ചതാണ്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വഴികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഞാൻ നിങ്ങളുടെ കഥയുടെ മുഴുവൻ അധ്യായങ്ങളും അറിയുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നിടത്തേക്കാൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. മക്കളെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ പേടിക്കുന്നു. എനിക്കവസരം ഇല്ല, എനിക്ക് ശേഷി ഇല്ല, എനിക്ക് ഭാവി ഇല്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ മക്കളെ, ആ ശബ്ദങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നട്ടുവച്ച ദൈവീക വിത്തിനെ സംശയിപ്പിക്കാൻ വന്ന ഇരുട്ടിന്റെ ശബ്ദമാണ്. എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവം വെച്ചിട്ടുള്ളതിനെ ആരും മായ്ച്ചുകളയാൻ കഴിയില്ല. നിങ്ങൾ ഒരിക്കൽ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതിനാൽ നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഉദ്ദേശം ശക്തമാണ്, അനശ്വരമാണ്, ഉറപ്പാണ്. നിങ്ങളുടെ കണ്ണുകളിൽ ഒരു ചോദ്യമുണ്ട്: എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുരിതങ്ങൾ എന്തിന്? മക്കളെ, ഒരു ചിരി മാത്രം കാണുന്നൊരു ജീവിതം ശക്തിയില്ലാത്തതാകും. വേദനകൾ കടന്നുപോകുന്ന ഹൃദയമാണ് സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത്. തീയിൽ ചൂടപ്പെടാത്ത പൊന്നിന് പ്രകാശമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആത്മാവും. നിങ്ങൾ കടന്നുപോകുന്ന ഓരോ ദുഷ്കരവും, ഓരോ നഷ്ടവും, ഓരോ കണ്ണീരും നിങ്ങൾ തകർന്നു പോകാനല്ല, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്താനാണ് ഞാൻ അനുവദിച്ചത്. നിങ്ങളെ ചിലർ കരുതുന്നു, എനിക്ക് ആരുമില്ല, എനിക്ക് ഒപ്പം നിൽക്കുന്നവരില്ല. മക്കളെ, നിങ്ങൾക്കറിയാത്ത ഒരു സത്യം ഞാൻ പറയും: എനിക്ക് നിങ്ങൾ ഒരിക്കലും ഒറ്റയായിട്ടില്ല.
നിങ്ങൾ രാത്രിയിൽ കരഞ്ഞപ്പോൾ, നിങ്ങളുടെ ഹൃദയം വേദനയിൽ വിങ്ങിപ്പോയപ്പോൾ, നിങ്ങൾക്ക് തോന്നാത്തൊരു കൈ നിങ്ങളുടെ തലയിൽ സ്പർശിച്ചു. ആ കൈ എന്റേതാണ്. നിങ്ങൾ കേൾക്കാത്ത ഒരു ആശ്വാസം നിങ്ങളുടെ ഉള്ളിലെ ശാന്തിയായിരുന്നു. അത് എന്റെ ശബ്ദം തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയട്ടെ, നഷ്ടം എന്നത് എന്റെ ലോകത്തിൽ ഇല്ല. ഞാൻ എടുത്തതെല്ലാം ഞാൻ കൊടുക്കാൻ പോകുന്ന വലിയ അനുഗ്രഹത്തിനായുള്ള തയ്യാറെടുപ്പാണ്. ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആളുകളെ മാറ്റുന്നു, കാരണം അവർ നിങ്ങളുമായി തുടരുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരുക്കുന്ന മഹത്വത്തിൽ നിന്ന് അവർ നിങ്ങളെ അകറ്റുമായിരുന്നു. ചിലപ്പോൾ ഞാൻ വാതിലുകൾ അടയ്ക്കുന്നു, കാരണം അതിന് അകത്ത് നിങ്ങൾക്കൊരു അപകടമുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാത്തെല്ലാം ഞാൻ കണ്ടിരുന്നു. മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളും എന്റെ ഇടയിൽ ഒരിക്കലും ദൂരം ഇല്ല. നിങ്ങൾ എന്നെ വിട്ടുപോയെന്നു കരുതുമ്പോഴും ഞാൻ വിട്ടുപോയിട്ടില്ല. നിങ്ങൾ എന്നെ മറന്നുപോയാലും ഞാൻ നിങ്ങളെ മറക്കാറില്ല. ഞാൻ നിങ്ങളുടെ പേരെ എന്റെ കൈകളിൽ എഴുതി വച്ചിരിക്കുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും എനിക്ക് അറിയാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കാത്തപ്പോഴും ഞാൻ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ജീവിതത്തിന്റെ വഴിയിൽ നിങ്ങൾക്ക് തോന്നുന്ന ക്ഷീണം യഥാർത്ഥമാണ്. അതിനെ ഞാൻ ചെറുതായി കാണുന്നില്ല. നിങ്ങൾ ചെറുതാവുന്ന നിമിഷങ്ങൾ ഞാൻ കാണുന്നു. നിങ്ങൾ ശക്തനാകാൻ ശ്രമിക്കുന്ന നിമിഷങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കരച്ചിലിൽ മറഞ്ഞിരിക്കുന്ന ധൈര്യം ഞാൻ സ്നേഹത്തോടെ ഓർത്തിരിക്കുന്നു. എന്നാൽ മക്കളെ, നിങ്ങൾക്കു ഞാൻ ഒരു വാഗ്ദാനം പറയുന്നു. നിങ്ങളുടെ കഥ ഇവിടെ തീരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കുഴപ്പം, അവ്യക്തത, ഇരുട്ട് എല്ലാം കടന്നുപോകും. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ എഴുത്തുകാരൻ ഞാൻ നിന്നാണ്. മനുഷ്യർ നിങ്ങളെ വിലകുറച്ചു കണ്ടാലും ഞാൻ നിങ്ങളെ വിലമതിക്കുന്നവൻ ആണ്. നിങ്ങൾക്ക് തോന്നുന്ന പരാജയം എന്റെ കാഴ്ചയിൽ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നു, എന്റെ ജീവിതത്തിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉദ്ദേശം എവിടെയാണ്? മക്കളെ, ഒരു വിത്തിന്റെ ഉദ്ദേശം മണ്ണിനയിൽ ആയിരിക്കുമ്പോൾ അത് വിത്ത് തന്നെ മനസ്സിലാക്കാറില്ല. പക്ഷേ സമയം വരുമ്പോൾ അത് പൊട്ടിപ്പുറത്തേക്ക് വരുന്നു. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുള്ള ദാരിദ്ര്യങ്ങൾ, കഴിവുകൾ, സ്നേഹം, കരുണ ഇവയെല്ലാം ഇപ്പോൾ ശാന്തമായി വളരുന്ന അവസ്ഥയിലാണ്. നിങ്ങൾക്ക് തോന്നാത്തതെല്ലാം ഞാൻ തയ്യാറാക്കുന്നു. നിങ്ങൾ ഇപ്പോഴും മെന്നിട്ടില്ലാത്ത വഴികൾ ഞാൻ നിർമ്മിക്കുന്നു. നിങ്ങൾ നടക്കാൻ പഠിക്കാത്ത പാതകളെ ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നു. മക്കളെ, നിങ്ങൾക്കു എതിരായി വരുന്ന വെല്ലുവിളികൾ നിങ്ങളുടെ സ്വഭാവത്തെ തകർക്കുന്നതല്ല, അത് നിങ്ങളുടെ ആത്മാവിനെ ഉറപ്പാക്കുകയാണ്. നിങ്ങൾ ഓരോ പരീക്ഷണവും കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കരുത്ത് വളർന്നു. നിങ്ങൾ ഓരോ വേദനയിലും കടന്നുപോയപ്പോൾ നിങ്ങളുടെ ഹൃദയം കൂടുതൽ മൃദുവായി. നിങ്ങൾ ഓരോ കണ്ണീരും ചൊരിഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മാവ് എന്റെ അടുത്തേക്ക് കൂടുതൽ വന്നു. ഇതെല്ലാം നിങ്ങളുടെ ഉദ്ദേശത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ ഞാൻ നിങ്ങളെ നിശബ്ദമാക്കും. ചിലപ്പോൾ ഞാൻ നിങ്ങളെ നിർത്തിവെക്കും. ചിലപ്പോൾ ഞാൻ നിങ്ങളെ ഒരിടത്ത് വെച്ച് നിലനിൽപ്പിക്കുമെന്ന് തോന്നും. പക്ഷേ അതെല്ലാം അർത്ഥശൂന്യമല്ല. ഓരോ നിശബ്ദതയും ഒരു പരിശീലനമാണ്. ഓരോ തടസ്സവും ഒരു വളർച്ചയാണ്. ഓരോ കാത്തിരിപ്പും ഒരു അനുഗ്രഹത്തിന്റെ മുൻസൂചനയാണ്. മക്കളെ, നിങ്ങൾ എന്റെ സ്നേഹം ആഴത്തിൽ അറിയുക. സ്നേഹം നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പു നൽകുന്നു. സ്നേഹം നിങ്ങളെ ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് ഉറപ്പു നൽകുന്നു. സ്നേഹം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തിലും ഞാൻ കൈവച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാഗ്ദാനമാണ്. നിങ്ങളിൽ ചിലർക്ക് തോന്നുന്നു, എനിക്കൊന്നും യോഗ്യതയില്ല. പക്ഷേ മക്കളെ, എന്റെ ദൗത്യങ്ങൾ യോഗ്യരായവരെ തിരഞ്ഞെടുക്കുകയല്ല. ഞാൻ തിരഞ്ഞെടുക്കുന്നവരെ തന്നെയാണ് ഞാൻ യോഗ്യമാക്കുന്നത്. നിങ്ങൾ ദുർബലനായാൽ ഞാൻ കരുത്താക്കും. നിങ്ങൾ തകർന്നാൽ ഞാൻ പുനർനിർമ്മിക്കും. നിങ്ങൾ വഴിമാറിയാൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും. പറയൂ മക്കളെ, ഞാൻ നിങ്ങളെ വിട്ടുകളയുമോ? എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ കണ്ണീർ എന്നെ സ്പർശിക്കുന്നു. നിങ്ങളുടെ വേദന എന്നെ ബാധിക്കുന്നു. നിങ്ങളുടെ വീഴ്ചകളെ ഞാൻ കയറ്റങ്ങളാക്കുന്നു. നിങ്ങളുടെ പരാജയങ്ങളെ ഞാൻ വിജയത്തിലേക്ക് മാറ്റുന്നു. നിങ്ങൾക്കു ഞാൻ പറയുന്ന അന്തിമ സത്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, അതും മഹത്തായ, ഉന്നതമായ, ദൈവികമായ ഉദ്ദേശം. നിങ്ങൾ ഈ ലോകത്ത് വെറുതെ ഉണ്ടായതല്ല. നിങ്ങളുടെ ശ്വാസം എത്ര വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ഹൃദയം എത്ര സ്നേഹിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ഞാൻ അറിയുന്നു.
മുന്നിലുള്ള കാലം നിങ്ങൾക്കു അത്ഭുതങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ മനോഹരമായി പുനഃസ്ഥാപിക്കും. നിങ്ങൾക്കുണ്ടായ മുറിവുകളിൽ നിന്ന് ഞാൻ പ്രകാശം പുറപ്പെടുവിക്കും. നിങ്ങളുടെ ജീവിതം ഞാൻ തന്നെ കൈപിടിച്ചു നയിക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും, അതെ, എന്റെ ജീവിതത്തിന് ഉദ്ദേശമുണ്ട്, ദൈവീക ഉദ്ദേശം. മക്കളെ, എനിക്കരികിൽ വരൂ. നിങ്ങളുടെ ഹൃദയം എന്റെ സ്നേഹത്തിൽ സ്ഥാപിക്കൂ. നിങ്ങളെ ഞാൻ ഉയർത്തും. നിങ്ങളെ ഞാൻ നിറവേറ്റും. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. എല്ലായിടത്തും, എല്ലായ്പ്പോഴും, എന്നുമെന്നേക്കുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും.